അപ്പോ സൂപ്പർ പൊളിയാണ് കണ്ടാ, ജല്ലിക്കെട്ട് കള. നല്ല വിലയുണ്ട്, നമ്മൾ വിചാരിക്കും പോലെ അല്ല. അപ്പോ ഇതിന് ചൂറേ അവസാനത്തെ കടി. എനിക്കൊക്കെ മൊത്തം 1 കിലോ 250 രൂപ. പുറത്തെ ബിസിനസ് തന്നെ പുറത്ത് നമ്മളവിടെ ആർക്കും വേണ്ടാത്ത സാധനം. നാട്ടുകോഴി ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, നാട്ടുകോഴി ബിരിയാണി, നല്ല വറുത്ത മീന്, മറ്റപടി കുടൽ പെപ്പർ, ആട്ട് ഈരൽ പെപ്പർ, മണ്ണീരൽ എല്ലാമേ അടിക്കും. ജിഗർദണ്ട ഉണ്ടോ? ജിഗർദണ്ട പൊളി. ഇല്ല പൈസ തരണം. നിങ്ങൾ വാങ്ങിച്ചു പൈസ വെക്കണം. ഞങ്ങൾ ഹാപ്പി. ഹായ് ഫാമിലി, വെൽക്കം ബാക്ക് മൈ ചാനൽ മുനാർ സ്റ്റൈൽ. ഇന്ന് ഞങ്ങൾ രണ്ടും കൂടെ നാഗർകോവിലൊരു യാത്ര തിരിക്കുകയാണ്, ഒരു ആവശ്യത്തിന് വേണ്ടി. അപ്പം പോണ വഴിയിൽ എന്തെങ്കിലും കിട്ടുമോ നമുക്ക് നോക്കാം. ഓക്കെ, അതിലോട്ട് പോവാം. സംഭവം കണ്ടല്ല, തമിഴ്നാടാണ്. നാഗർകോവിൽ നമ്മൾ പോണ വഴിക്കാണ്. ഇതാ അപ്പോ സൂപ്പർ പൊളിയാണ് കണ്ടാ, നല്ല ചൂടുണ്ട്, കട്ട ചൂട്. ജിറാഫ്, പിന്നെ കുതിര ഉണ്ട്. ഇതാ കുതിര, പിന്നെ കുറേ സാധനം, പ്ലേറ്റ്, കുറേ സംഭവമുണ്ട് കേട്ടോ. പക്ഷെ ആരെ അവിടെ കാണാനില്ല. ബോട്ടുകളൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാം മറ്റേ നമ്മളെ ഇതാണ്, സിമൻറ്റ്. മുകളിൽ കണ്ട പോട്ടുകൾ. അപ്പുറത്തോട്ടുണ്ട് 2-3 കട ഉണ്ട്. ഇവിടെ സിംഹമൊക്കെ ഉണ്ട്. സിംഹം, പിന്നെ കുറേ സംഭവങ്ങളുണ്ട്. കുട്ടി സിംഹം. ഇവിടെയുള്ള ആൾക്കാർ ചിലപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇത് വെക്കുമായിരിക്കും. നമ്മളെ നാട്ടിലുള്ളൊന്നും ഈ സിംഹമൊക്കെ നമ്മളെ വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കില്ല. ആന, കാള ഇതോ കാള ജല്ലിക്കെട്ട് കാള. ഇതുണ്ടാക്കുന്ന എവിടെയാണ് സാധനം? ഇതൊക്കെ എത്ര വിലയാവും? ഇമ്പോർട്ടറാ, വെളിയിൽ നിന്ന് പറഞ്ഞതാ? നല്ല വിലയുണ്ട്, നമ്മൾ വിചാരിക്കും പോലെ അല്ല. ഈ സാധനം 4500 ആണ് ഈ സാധനം. ഓക്കെ, അപ്പം ജസ്റ്റ് നമ്മളെ വരണ വഴിയിൽ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയതേ ഉള്ളൂ. കണ്ടപ്പോൾ നല്ലൊരു നമുക്ക് കണ്ണിനൊരു ആകർഷണമായിട്ട് തോന്നി. നമ്മളവിടെ സാധാരണ ഈ ക്ലേയിലുണ്ടാക്കിയ വലിയ രൂപങ്ങളൊന്നും നമ്മളവിടെ ഈ തമിഴ്നാട്ടിൽ അറിയാമല്ലോ, നമ്മളവിടെ ഇതൊന്നും വീടിൻ്റെ ഫ്രണ്ടിൽ വയ്ക്കില്ല. വയ്ക്കുന്ന ആൾക്കാരുണ്ട്, പക്ഷേ കണ്ട മാനുണ്ടോ? മാന്. അപ്പോൾ എൻ്റെ അത്ര പൊക്കമുണ്ട്, എൻ്റെ കയ്യിലെ പൊക്കമുണ്ട് കണ്ടാ, സൂപ്പർ. ഈ മാൻ എത്ര വില? ഫൈബർ. ഇത് ഫൈബറാണ് കേട്ടോ. ഞാൻ സിമൻ്റ് ആയിരിക്കും. എത്ര വില? 15 രൂപ, 15,000 വില. സാറിന് വീടിൻ്റെ ഫ്രണ്ടിൽ വെക്കും അത്? ഗാർഡനിൽ വെക്കുന്നതാണ്. ഓക്കെ. ഇതേപോലെ സിമന്റിൽ 10 രൂപ. 10 രൂപ. സിമന്റ് വില കുറവാണ്, ഇത് ഫൈബറാണ്. ഓക്കെ, സംഭവം ഫൈബറുണ്ട്, സിമന്റിലുള്ള വില കുറവാണ്. ഫൈബർ എന്ന് പറയുമ്പോൾ അവർ അതിൻ്റെ ഇരട്ടിയാവും. 10 രൂപയ്ക്ക് സിമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സാറിന് വീട്ടിലും, പിന്നെ അതുപോലെ തന്നെ ഈ പാർക്കിലൊക്കെ വെക്കും. ഇവിടെ പോണ ചെറിയ പാർക്കുകളുണ്ട്, അവിടെയൊക്കെ വെക്കാനുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴേ ഇവിടെ ഒരു 3-4 ഷോപ്പിങ്ങിനെല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏരിയയാണ് തോന്നുന്നു. അതായത് ഇവിടെ കുറേ വേരുകൾ കൊണ്ടിട്ടിട്ടുണ്ട്, കുറേ അങ്ങനത്തെ സാധനങ്ങളാണ്. ഇത് ഫൈബറാണോ? ഫൈബർ അല്ല, അത് മറ്റേ നമ്മളെ സിമൻ്റാണ്. എല്ലാം സിമൻറ്റിലുള്ളതാണ്. ഇത് ഫൈബറാണ്. പിന്നെ പോട്ടുകളൊക്കെ ഉണ്ട്. ഇത് എത്ര വില? 750 വിലയാണ്. വില എല്ലാ പോട്ടുകളൊക്കെ ഒരുപാടുണ്ട്. ക്ലേ ടൈപ്പ് സാധനങ്ങൾ. ഇത് ഇവിടെ ഈ ഏരിയയിൽ ഇങ്ങനെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലമാണ്. ഓക്കെ, ഇത് ഫൈബറാണ് കേട്ടോ, ഇത് ഫൈബറാണ്. പിന്നെ തൊട്ടപ്പുറത്ത് മാമ കുറേ ചക്കയും വെച്ചുകൊണ്ടിരിപ്പുണ്ട്. ജസ്റ്റ് നമ്മൾ പോവുകയാണ്. ഇനിയിപ്പം ആ ചക്ക നീ നോക്കിയോ,
നല്ല മണം വരുന്നുണ്ട്. സമയമില്ല, പോവാം. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് യാത്ര ചെയ്യുന്നതിൻ്റെ വഴിയിൽ കണ്ട സംഭവങ്ങളാണ്. നമ്മൾ അങ്ങനത്തെ ഈ ക്ലേയിലും മറ്റേ സിമെൻറ്റിലും ഇതിലൊക്കെ ഉണ്ടാക്കിയ സംഭവങ്ങൾ ഞാൻ വേറെ സ്ഥലത്ത് ഈ തമിഴ്നാട്ടിൽ വന്ന സമയത്ത് ഫസ്റ്റ് കാണുന്നതാണ്. പിന്നെ നമുക്ക് നോക്കാം, എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇതിന്റെ ചൂറേ നൊങ്ക് അവിടെ ഉണ്ട്. അമ്മച്ചി നൊങ്ക് എങ്ങനെയാ വില ജ്യൂസ്? തമിഴ്നാട്ടിലെ സ്പെഷ്യൽ ഐറ്റമാണ് നൊങ്ക്. ചൂടത്തെ കാ നൊങ്ക് കാ ഷാരെ വാ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് പറയും. നമ്മളെ കേരളക്കാർക്ക് നിങ്ങൾ കുറച്ച് അതൊന്നും വേണ്ട. വാടകോട്ട് കുടിയാങ്ങോട്ട് മാറ്റി ഇടിക്കാൻ തരും നോക്കാം. ഇതിന്റെ മധുരമൊന്നും ഇട്ടിട്ടില്ല അല്ലേ? മധുരം ഇട്ടിട്ടില്ല. വേണ്ട ഭയങ്കര ചൂടല്ലേ? ചൂട് സമയത്ത് ഇതാണ് നല്ലത്. കളറ് സൂപ്പർ മല. ഇവിടത്ത് കുറച്ച് നമ്മളെ നൊങ്ക് അടിച്ച് ഇനി വണ്ടിയിലോട്ട് കയറാം. ഭയങ്കര ചൂട്, വെളിയിൽ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പോ അവസാനത്തെ കടി അയണിച്ചക്ക പൊളി. കഴിച്ചുകൊണ്ടിരിക്കാൻ സമയമില്ല, നമുക്ക് എത്തണം. അവർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഫോൺ. അയണിച്ചക്ക മൊത്തം 1 കിലോ 250 രൂപ. മൊത്തം ബിസിനസ് തന്നെ. അപ്പോൾ എന്താ നമ്മളവിടെ ആർക്കും വേണ്ടാത്ത സാധനം. എടേ ഷായനെ, നീ ഇപ്പം നമ്മൾ നിൽക്കുന്ന സ്ഥലം എവിടെ നിന്നറിയാമല്ലോ? നാറുകല്ല്. നീ ഇവിടെ വിളിച്ചോണ്ട് വന്നിട്ട് നിന്റെ കൂട്ടുകാരൻ്റെ അവിടെ പോകണം ഇവിടെ പോകണമെന്ന് എനിക്ക് ഫുഡ് കഴിക്കണ്ടേ? ഇടേ ഇവിടെ എവിടെ പോകാൻ പറ്റും? ഇത് പ്രഭുവാ ഹോട്ടൽ. അവിടെ എന്തിനാണ് പ്രത്യേകം? എന്തിനാണ്? നാട്ടുകോഴിയാ? ആ, അപ്പോൾ ഒരു കാര്യം ചെയ്യാം. ഇവൻ പറയാണ് ഇവിടെ ഹോട്ടൽ പ്രഭു ഉണ്ട്, അവിടെ നാട്ടുകോഴി ബിരിയാണി ഉണ്ടെന്ന്. മണിയിപ്പം തന്നെ 2:30 മണിയായി. വിശന്ന് അടപ്പള വേണം, കിട്ടോടെ? അപ്പം നമുക്ക് അവിടെ പോയി നോക്കാം. ഇതാണ് പ്രഭു. ഇവ അവിടെ തന്നെ കയറണമെന്നില്ല. കയറാം, എന്തായാലും വണ്ടി ഇട്ടിട്ട് വരാം. ഓക്കെ, നോക്കാം. അപ്പം ഒരു ചേട്ടൻ പറഞ്ഞു ഇവിടെ പാർക്കിംഗ് ഒന്നുമില്ല, ഇവിടെ ഇടാന്ന്. പോലീസ് വന്നാൽ നമ്മൾ ഒതുക്കും. നമ്മൾ അറിയാമല്ലോ തമിഴ്നാടാണ്, ഒതുക്കും. ഓക്കെ, അപ്പോൾ കഴിക്കാൻ പോകും. അപ്പം നമ്മൾ ഇവിടെ വന്നിട്ട് ഇവരുടെ വന്നിട്ട് വാ ഇവിടെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഹോട്ടൽ പ്രഭു നാട്ടുകോഴി ബിരിയാണി കഴിക്കാൻ പോവുകയാണ്. ഇവിടെ ക്യൂ ആണല്ലോ. ഇവിടെ സംഭവം ഇവിടെ ക്യൂ ആണ്. നോക്കാം, എന്തായാലും കഴിച്ചിട്ടേ പോവുള്ളൂ. വെയിറ്റിംഗ് ആണോ? കത്തിരിക്കാം.
സൂപ്പർ തിരക്കാണ്, കൈകാനും തിരക്ക്, അകത്തിരിക്കാനും തിരക്ക്, വെളിയിലും ക്യൂ ആണ്. നമ്മളകത്ത് കയറി. നമ്മളിവിടെ സ്പെഷ്യൽ ഐറ്റംസ് എന്താണ് ഇവിടെ? സ്പെഷ്യലായിട്ട് മട്ടൻ ബിരിയാണി, ചിക്കൻ ബിരിയാണി, നാട്ടുകോഴി ബിരിയാണി, നല്ല വറുത്ത മീൻ, മറ്റേ കുടൽ പെപ്പർ, ആട്ട് ഈരൽ പെപ്പർ, മണ്ണീരൽ, ചുക്ക, കിഡ്നി, മൂട പെപ്പർ എല്ലാം നല്ല 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 പൊക്കമ റൈസ് നല്ല ഐറ്റമായിട്ട് കൊടുക്കുന്നു സാറേ. അപ്പൊ ഇത്ര ഐറ്റംസ് ഉണ്ട് കണ്ടല്ലോ, ഇത്ര ഐറ്റംസ് ഉണ്ട്. യാത് കഴിക്കും? അപ്പൊ അണ്ണൻ തന്നെ പറയട്ടെ. ഫ്രൈഡ് റൈസ്, നൂഡിൽസ്. അല്ല അണ്ണൻ തന്നെ പറ. നിനക്ക് പന്ത് വേണം, ഒരു നാട്ടുകോഴി, മട്ടനാ. അപ്പൊ ഒരു 3 നാട്ടുകോഴി ബിരിയാണി കൂടെ സൈഡ് ഡിഷ് മട്ടൻ വേണം, ചിക്കൻ വേണം. അല്ല വേറെ സ്പെഷ്യൽ നാട്ടുകോഴി കൊത്തുകോഴി ഉണ്ട്, ചിക്കൻ ഫ്രൈ 65, ചില്ലി ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, കാലി ചിക്കൻ. അതൊന്നും വേണ്ട, വെറൈറ്റി ഒരു കൊത്തുകോഴി, നാട്ടുകോഴി കൊത്തുകോഴി. ശരി ശരി. വേറെ കല്ലിൽ പോട്ട് വെങ്കായം ടൊമാറ്റോ എല്ലാം ഇട്ട് പീസ് പണി കല്ലിൽ പോട്ട് കൊത്തി തരും. ശരി ശരി. നാട്ടുകോഴി കൊത്തുകോഴി. അപ്പോഴേ ഇത് സംഭവം തമിഴ്നാട് ബിരിയാണി അറിയാമല്ലോ, നല്ല മസാലയിലുള്ള ബിരിയാണിയാണ്. പക്ഷേ ബിരിയാണി ടേസ്റ്റ് ഉണ്ട്. ഇത് നമ്മളെ നാടൻ കോഴിയാണ്, നാടൻ കോഴിയുടെ ഒരു പീസാണ്. അതിന് കറി വെച്ചൊക്കെയാണ്, കറി നാടൻ കോഴി തന്നെ, നല്ല മറ്റതല്ല. ആ ജീരകത്തിൻ്റെ മസാലയാണ്, ജീരകത്തിൻ്റെ മസാലയാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഞാൻ കൈയിടാ. കൊത്തുവഴി എന്ന് വെച്ചാൽ ഇതിനെ പിച്ചിട്ടിട്ട് മസാല എല്ലാം കൂടെ അടിച്ച് കല്ലിട്ട് അടിച്ചെടുക്കുന്ന സാധനമാണ്. അപ്പോൾ ഷായന് ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് വേറെ സാധനം വേണം. അങ്ങനെ ലഗൂൺ ചിക്കൻ ഫ്രൈ. കൈയുടെ ഷായന കൈയുടെ ഷായം കഴിച്ചിട്ട് വേണം ഉമ്മയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതോടൊപ്പം ടേസ്റ്റാണെന്ന് നമ്മളെ വീട്ടിൽ വയ്ക്കുമ്പോൾ. സംഭവം നല്ല സൂപ്പർ ഫുഡായിരുന്നു. പക്ഷേ റേറ്റ് 1585, 3 നാട്ടുകോഴി, പിന്നെ ഒരു നാട്ടുകോഴി ഇളക്ക കുത്തോ അതും, പിന്നെ ഒരു ലഗൂൺ ഫ്രൈയും കൂടെ 1585. പക്ഷേ ഫുഡ് സൂപ്പർ. ഓക്കെ, ഇപ്പോഴത്തെ ഫുഡ് ഞങ്ങൾ കഴിച്ച് സൂപ്പറായിരുന്നു, അടിപൊളി, எல்லாமே அடிப்பொலி. ഓക്കെ, நாங்கள் கிட்டத்தட்ட 22 வருஷமாட்டு இங்கே தான். ഓക്കെ, താങ്ക് യു ചേട്ടാ. കോഴിയാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ മാസ്റ്റർ ഉണ്ടാക്കിയ സാധനം. പേരെന്തിന്? ഇത് പേര് കൊത്തുകോഴി. നിങ്ങളെ പേരെന്തിനാണ്? ഞാൻ പേര് കുമാർ. നിങ്ങൾ മാസ്റ്റർ ആണല്ലേ? അടിപൊളി കേട്ടോ, കൊള്ളാം, നല്ല ടേസ്റ്റ്. ഫുഡ് കഴിച്ചു. ഓക്കെ, അടിപൊളിയായിരുന്നു. പുള്ളി 35 വർഷമായുള്ള ഒരു കുക്കാണ്. അടിപൊളിയാണ്, ഫുഡ് അടിപൊളിയാണ് കേട്ടോ, സൂപ്പറായിട്ട് കഴിച്ചു. ഈ സാധനം നാട്ടുകോഴിയുടെ ലെഗ് പീസാണ്, ബിരിയാണിയാണ്, സൂപ്പർ. ഞാൻ കഴിച്ചു, സൂപ്പറായിരുന്നു. മാനേജർ, താങ്ക്സ് മാനേജർ. ഓക്കെ ഓക്കെ ഓക്കെ, വള്ളിനായകം പുള്ളിയാണ് അവിടുത്തെ മാനേജർ, നമ്മുടെ കിച്ചന്റെ മാനേജറാണ്. സൂപ്പറായിരുന്നു, ഫുഡ് അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ. ഓക്കെ, വളരെ നന്ദി. ഇവരെനിക്കൊരു ഇത് തന്നിട്ടുണ്ട്, സാർ എനിക്കൊരു മാനേജർ ഒരു കുത്തുകോഴി തന്നിട്ടുണ്ട്. ഞങ്ങൾ കൊണ്ട് കഴിക്കും, എന്തായാലും കഴിച്ചു. ഓക്കെ ഓക്കെ, താങ്ക് യു. എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ. അപ്പോൾ നമ്മളെ പരിപാടി കഴിഞ്ഞ് ഇവിടെ ഭയങ്കര മഴയാണ്. ഫുഡ് കഴിച്ച് സൂപ്പർ ഫുഡ്, ബില്ല് കൂടിയായിരുന്നാലും സൂപ്പർ ഫുഡാണ്, അടിപൊളി ഫുഡ്. പ്രഭു ഓക്കെ, വണ്ടി പാർക്കിംഗ് സ്ഥലമല്ലേ, പെട്ടെന്ന് എടുത്ത് മാറ്റണം. അല്ല ഷായന് അടുത്ത എവിടെ? നീ എന്തിനാ അടുത്ത പരിപാടി പറ, എവിടെ പോകണം? നമുക്ക് ജിഗർദാണ്ട് കുടിക്കാൻ പോവാം.
അത് എവിടെയാണ് ജിഗർദണ്ഡ എന്ന് പറഞ്ഞാൽ എവിടെ ഉണ്ട്? റെഡ് ഷെഫ് നാറമില്ല. എത്ര കിലോമീറ്റർ? 1.5 കിലോമീറ്റർ. ശരി ശരി, അപ്പം നോക്കാം. ജിഗർദണ്ഡ കുറിച്ച് വയറുകളെ അറിയാമല്ലോ ഇവിടെ. എനിക്കിടന്ന് ഓടാനും വയ്യ. ശരി, ഓക്കെ, നോക്കാം. ചേച്ചി ഇവിടെ സർബത്ത് സ്പെഷ്യലാണോ? എന്തൊക്കെ ഉണ്ട് സർബത്ത്? ജിഗർദണ്ഡ ഉണ്ടോ? ജിഗർദണ്ഡ ഇല്ലേ? അപ്പം എന്ത് വേണം? ഫേമസ് ഏതാണ് ഇവിടുത്തെ? ഇവിടെ ഫേമസ് ഏതാണ്? ഇളനീർ സർബത്ത്. ഇളനീർ കുലിക്കുണ്ടല്ലേ? സർബത്ത് അടി നോക്കാം. അപ്പം ഇളനീർ സർബത്ത്. ജിഗർദണ്ഡ ഇല്ല ഇവിടെ. മഴ സമയത്ത് ഇവന് ജിഗർദണ്ഡ വേണോ? അപ്പൊ ഇതെല്ലാം ഓരോ ഫ്ലേവർ, ഇതൊക്കെ ഓരോ ഫ്ലേവറാ? മാംഗോ, സ്ട്രോബെറി, ഗ്രീൻ ആപ്പിൾ, ബ്ലൂബെറി, வெண்ணிலா பாதாம். இதெல்லாம் நீங்கள் உண்டாக்குறீங்களா? ஆமா, ஓன் ப்ராடக்ட் எல்லாமே. எல்லாம் எங்க தாத்தா காலத்து தயாரிப்பு எல்லாம். அப்படியா? இது ரொம்ப பழக்கம் இருக்கா? ஆமா, 60 வருஷம் தயாரிப்பு. செட்டிநாடு தயாரிப்பு எல்லாம். அப்படியா? இது வந்து பஞ்சசார சுகர் சிரப்பு இல்ல, இது கோகனட் நன்னாரி. கோகனட் நன்னாரி. കോക്കനട്ട് നന്നാരിയാണ് കേട്ടാ. നമ്മൾ വിചാരിക്കുന്ന സാധനമല്ല ഇത്. കോക്കനട്ട് നന്നാരിയാണ്. പിന്നെ ഇവര് 60 വർഷം എന്തോ പഴക്കമുണ്ട് അല്ലേ? അതാണ് സംഭവം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്നത് എന്താണ് സാധനം? ഇളനീരിന്റെ സർബത്താണ്. ഇളനീർ വാട്ടർ. ഇത് ഇളനീർ വാട്ടർ. ഇത് ഇളനീരാണ്. അതായത് നമ്മളവിടെ പറയണത് തേങ്ങാ വെള്ളം. തേങ്ങാ വെള്ളം അല്ലേ? അത് കരിക്കും വെള്ളം, കരിക്കിന്റെ വെള്ളം. ഇത് അവരെ നന്നാരി സർബത്തിന്റെ ഇത്. പിന്നെ കരിക്കിന്റെ തന്നെ ഇതാണ് സാധനം. ഇത് കരുക്ക് വലിക്ക്. ഇത് ഒരു സ്പൂൺ. എത്ര വെറൈറ്റി ഉണ്ട്? ഇത് ഇപ്പോഴത്തേക്ക് നാങ്ക 30 വെറൈറ്റീസ്. 30 വെറൈറ്റി. ഇതിന് വേറെ എന്തെങ്കിലും ഇടോ? വേറെ എന്തെങ്കിലും സാധനം ഉണ്ടോ? ഇല്ല, இந்த കോക്കനട്ട് നന്നാരി, ഇളനീർ വാട്ടർ. ഞാൻ ഒരു ഐഡിയ പറഞ്ഞു തരട്ടാ. ഇതിന്റെ ഒരു സാധനം കൂടെ ചേർക്കാം. നമ്മളെ കസ്കസ് ഉണ്ടല്ലോ, വെള്ളത്തിലിടുമ്പോൾ അതേ ഉണ്ട്. അത് ഇതിലിടണം. അത് ഇട്ട് കഴിഞ്ഞാലേ സർബത്താവുള്ളൂ. നിങ്ങൾ ചേർക്കൂലേ? അപ്പോഴേ സർബത്താവുള്ളൂ. ശരി. നിനക്ക് വേറെ ഫ്ലേവർ വേണോ? വേറെ ഫ്ലേവർ ഉണ്ട്. സൂപ്പറാണ്. അപ്പം നമുക്ക് വെള്ളം ഇത്ര ഇരിക്കുകയല്ലേ, ഇനി വേറെ ഒന്നും അടിക്കണ്ട. ഇതിൽ തന്നെ മിൽക്ക് മിക്സ് ചെയ്ത് തരാൻ പറഞ്ഞു. ഒരു മിൽക്ക് സർബത്ത് കൂടാ. ഇത് പ്ലെയിൻ മിൽക്കാണ്? അതെ, ഇത് வந்து காய்ச்சி ஆற வச்சு. പാല് காய்ச்சி ஆற வச்சு. ഇതിലേ போட்டுருவா. ஒன்றும் பிரச்சனை இல்ல இல்ல, நான் வைக்கிறேன். குடிக்க முடியாது, அதுதான். இல்ல, அங்கே வைக்கிறேன். இல்ல, வேண்டாம். புதுசா போட்டே நல்லா இருக்கும். குழப்பம் இல்லை, இதுக்கு போடுறேன். இது வரைஞ்சா வெண்ணிலா பாதாம். வெண்ணிலா അതിലും അവർ ഒഴിക്കുന്നത് ഇത് തന്നെയല്ലേ? നാരങ്ങ ഇത് കരിക്കിന്റെ വെള്ളം അല്ല കേട്ടോ, നല്ലത്. വെള്ളം പൊളി സൂപ്പർ. അപ്പം ഈ മിൽക്ക് പൊളിയാണ്. അപ്പോൾ ഇതൊക്കെ അങ്ങനെ ഇരിക്കും, സൂപ്പറായിരിക്കും. ഇത്രയും സാധനം കുടിക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് കേട്ടാ. ഈ ചേച്ചിയുടെ കടയിൽ നമ്മൾ ഈ നാറൂരിൽ വന്നില്ലെങ്കിൽ വളരെ നഷ്ടമാണ്. സൂപ്പർ സാധനമാണ് ഇത് കേട്ടോ. എല്ലാവരും വന്ന് ട്രൈ ചെയ്യുക. ഇവിടെയുള്ള ആൾക്കാരും കേരളത്തിൽ പോയിട്ട് പറഞ്ഞവരൊക്കെ ഇവിടെ നിന്ന് ട്രൈ ചെയ്യുക. സൂപ്പറാണ്. ഇത് മിസ്സായി കഴിഞ്ഞാൽ സൂപ്പർ സർബത്ത്. ചേച്ചിയുടെ പേരെന്താണ്? ശ്രുതി. അച്ഛനാണോ? അപ്പോൾ നമ്മളിവിടെ വന്ന സമയത്ത് നമുക്കറിയില്ല ഫേമസ് കടയാണെന്ന്. ഇവിടെ ഈ തമിഴ്നാട്ടിലെ ഫേമസ് ഷോപ്പാണ്. 60 വർഷം എന്തോ ഇവർ താത്ത അങ്ങനെയുള്ള അവർ പാരമ്പര്യമായിട്ട് നടത്തുന്നതാണ്. ഇവർക്ക് കോയമ്പത്തൂരൊക്കെ ഷോപ്പുണ്ട്. അപ്പോൾ 2 സർബത്ത് കഴിച്ചു. ഇതിലിപ്പം 30 സർബത്തുണ്ട് വെറൈറ്റി. നമ്മൾ 2 സർബത്ത് നമുക്ക് കഴിച്ചു. അത് കഴിച്ചപ്പോൾ തന്നെ സൂപ്പർ ടേസ്റ്റാണ്. അവരുടെ ഫേമസ് സാധനം എന്ന് പറയുന്നത് ഇളനീർ ഷേക്കാണ്. ഇളനീർ ഷേക്കിൻ്റെ സർബത്താണ്. പക്ഷേ അതിനിവിടെ കറണ്ട് ഇല്ല. അപ്പോൾ അവർ കഴിച്ചിട്ട് പോകാൻ നിൽക്കാൻ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ അരമണിക്കൂർ വെയിറ്റ് ചെയ്ത് കറണ്ട് വന്നില്ല. അപ്പം ചേച്ചി പറ എന്താണ് ஸ்பெஷல் ஐட்டம் வந்து இளநீர் சர்பத், இளநீ மில்க் ஷேக்கு. இங்கே அது நல்லா போயிட்டுருக்கு. அடுத்தது இளநீ குலுக்கி சர்பத் இங்கே ரொம்ப ஃபேமஸாக போயிட்டுருக்கு. இது எங்கள் தாத்தா தயாரிப்பு, 60 வருஷம் தயாரிப்பு.
இது எல்லாமே நாங்கள் சொந்த தயாரிப்பு 30 வெரைட்டிஸில் பண்ணுறோம். இதில் எந்த கெமிக்கல்ஸும் கிடையாது. பழச்சாறு மற்றும் பூக்கள்லேருந்து எடுக்கிற கலர்ஸ் மட்டும்தான். இங்கே வந்து எத்தனை வெரைட்டிஸ் போடுறோம்னா ஒரு 30 வெரைட்டிஸ் கிட்ட கொடுத்துட்ருக்கோம். ஃபஸ்ட்டு வந்து பார்த்திங்கன்னா இளநீ சர்பத், அடுத்தது இளநீ மில்க் ஷேக்கு, இளநீ குலுக்கி சர்பத், அப்புறம் குலுக்கி சர்பத், இளநீ மில்க்கு, ரோஸ் மில்க், வெண்ணிலா பாதாம் மில்க், க்ரீன் ஆப்பிள் மில்க், இந்த மாதிரி பல வெரைட்டிஸில் பண்ணுறோம். மொஜிட்டோ, இது எல்லாமே சேர்த்து சொந்த தயாரிப்பில் எல்லாமே பண்ணுறோம். எல்லாமே யாருக்கும் எந்த கெடுதல் இல்லாமல் எல்லாருமே சாப்பிட்லாம், சின்னவர்லேருந்து பெரியவங்க வரையும் சாப்பிட்லாம். താങ്ക് യു. നമുക്കിത് കഴിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഞങ്ങളിപ്പോൾ സർവത്ത് കുടിച്ചു, നമ്മളിവിടെ നിന്ന് കഴിക്കുമ്പോൾ തന്നെ ആ ഫീൽ അറിയാൻ പറ്റും. കറണ്ട് ഓവർ അവിടെ കറണ്ട് വന്നു. അപ്പോൾ എന്തായിരുന്നാലും കറണ്ട് വന്ന് അവർ നേരത്തെ പറഞ്ഞ സാധനമൊക്കെ തിരിച്ചെടുക്കുകയാണ്. നമുക്ക് മിൽക്ക് എന്താണ് മിൽക്ക് ഷേക്ക് അടിക്കുകയാണ്. അത് കഴിച്ചിട്ടേ പോവുള്ളൂ. ഓക്കെ, അടി കഴിച്ചു. അപ്പോൾ ആദ്യം അവർ ഇതെന്താണ് ഒഴിച്ചത്? ഇപ്പോഴും ഇതെന്താണ് സാധനം? പറയല്ല. കോക്കനട്ട് നന്നാരി. ഇത് വന്ന് നമ്മളെ കരിക്കിന്റെ വെള്ളം. കറുക്ക് വെള്ളം. ഇത് കറുക്ക് 2 സ്പൂണാണ്. நம்ம ஊரில் வந்து இது எப்படின்னு தெரியுமா? இதில் கருக்கில் ஹார்லிக்ஸ் பவுடர் போடும், ஹார்லிக்ஸ் போட்டு அடிக்கும். அது மாதிரி மற்ற பூஸ்ட் போட்டு அடிக்கும். இல்லை, பூஸ்ட் போட்டு அடிக்கும். அது தனி ஃப்ளேவராக இருக்கும். நல்லா இருக்கும். அது கூட நீங்கள் ட்ரை பண்ணுங்க கண்டிப்பாக. இல்லை போட்டு பாருங்க. சின்ன சின்ன 5 பீஸ் கிடைக்கும். அது மாலை மாதிரி. இளநீ கோகனட் மில்க் ഇത്രയും കുടിക്കണമെങ്കിൽ ഇത് 80 രൂപയുണ്ട്. ഇത് അടിപൊളിയാണ്. 80 രൂപയ്ക്ക് ലാഭമാണ്. പൊളി സൂപ്പർ. വയറ് വീക്ക് ഒന്ന് കുടിച്ചു. പൈസ തരണം. നിങ്ങൾ വാങ്ങിച്ചു. നിങ്ങൾ പൈസ വെക്കണം. ഞങ്ങൾ ഹാപ്പി. ഞങ്ങൾ വേറെ കഴിക്കട്ടെ. ഇനി എത്ര മതിയാ? ഓക്കെ. അപ്പം ചേച്ചി പറയുന്നത് നമ്മുടെ ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറയണം. இந்த வீடியோ உங்களுக்கு பிடிச்சிருந்தா ஷேர் செய்யுங்க, சப்ஸ்கிரைப் பண்ணுங்க, ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാം കേട്ടല്ലോ. പൊളിയാണ്, സൂപ്പർ സർവത്താണ്. ഓക്കെ, അപ്പോൾ സംഭവം നമ്മൾ പാർസൽ വാങ്ങിച്ചു. 3 സർവത്തായി. വയറ് വീഴ്ത്ത് പാർസൽ വാങ്ങിച്ചു. അപ്പം വീഡിയോ നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഞാനൊരു ട്രാവൽ വന്നതാണ്. നമ്മളെ നാഗർകോവിലോട്ട് ഒരു ട്രാവൽ വന്നപ്പോൾ എടുത്ത സാധനമാണ്. അപ്പോൾ ഒരു 3-4 സംഭവങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടാൽ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത് പക്ഷേ കിടിലമാണ്. ഓക്കെ, നമ്മൾ കഴിച്ച ബിരിയാണി കിടിലമാണ്, ഇത് കിടിലമാണ്, എല്ലാം കിടിലമാണ്. ഓക്കെ, പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഓക്കെ, ഗുഡ് ബൈ.